എങ്ങനെ വരരുതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് താളമൊന്നും വിടുന്നില്ല. എനിക്ക് നിഖിലാശാനും ഒരു പ്ലാനും ഇല്ലാതെ ഉച്ചയ്ക്ക് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ പോയി പണി പാളിയ ഒരു സ്റ്റോറിയാണ് ഈ വീഡിയോ. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയേക്കാം. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തപ്പി. അപ്പോൾ അവൻ തന്നെ ഒരു സ്ഥലം നമുക്ക് റീലായിട്ട് എടുത്ത് അയച്ചു ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് പോകാമെന്ന്. എന്താണ് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അച്ഛന് മുന്നോട്ട് മൊത്തം വീട് ചവിട്ടി തേച്ചിട്ടേക്കോ. ഞാൻ തൂത്തും തുടച്ചു എൻ്റെ ഇടപാട് തെറ്റോ കൂട്ടത്തിലൊരു കിച്ചുമോനെ എന്ത് ഇവിടെ പൊന്ന നിന്നെ ഇനി 2-3 ദിവസത്തേക്ക് വീട്ടിൽ കേട്ടത്തില്ലെന്നാണ് അമ്മ പറയുന്നത്. ബ്ലേഡി മമ്മി ഇവിടെ മൊത്തത്തിൽ ഒന്ന് തൂത്ത് ഉടച്ചപ്പോഴത്തേക്കിന് ശ്യാമള മനോജിന് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് നാരങ്ങ വെള്ളത്തിന് പകരം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കരിക്കിൻ്റെ ജ്യൂസാണ് ഗൈസ്. അപ്പോൾ കൂടുതൽ പോയി കരിക്കിൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് വരാം. വളരെ കോയിൻസിഡൻഷ്യലായിട്ട് അങ്ങനല്ല പറയണ്ടേ, വളരെ യാദർശികമായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു കടയാണ്, അല്ല ഞാൻ കണ്ടുപിടിച്ചൊരു ഡ്രിങ്കാണ് ഈ കരിക്കിൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഞാനിതുപോലെ ഒരു ദിവസം വീടൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ഈ പുല്ലൂർ മൂവാറ്റുപുഴ റോഡിൽ കൂടൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കലഞ്ഞൂർ പള്ളിയോട് ചേർന്നിട്ടൊരു കടയുണ്ട്. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് കരിക്കിൻ ജ്യൂസ് കൊടുക്കും. അപ്പോൾ അവിടെ പോയി നമുക്ക് ഒരു കരിക്കിൻ ജ്യൂസും കുടിച്ച് തിരിച്ച് വീട്ടിൽ പോകാം ഗൈസ്. ഉണ്ടോ, ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് എപ്പോൾ വന്നാലും, ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച്. ഈ പാമ്പി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അന്ന് നല്ല തിരക്കായതുകൊണ്ട് ഓൾറെഡി ഫ്രഷ് ആയിട്ടുള്ള കരിക്കെല്ലാം അവർ ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയതാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് കുറച്ച് ഹാർഡായ കരിക്കാണ്. അത് വലിയ മെച്ചമില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ചോദിച്ചില്ല, ഇതല്ല സാധനം, ഇത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു. ഇല്ലിക്കല്ലാണ്. ഒന്ന് വണ്ടി കയറ. എല്ലാവരും വെളുപ്പാങ്കാലത്ത് റെഡിയായി കോടമഞ്ഞ് കാണാൻ ഇല്ലിക്കല്ല് പോകുമ്പം ഞാനും എൻ്റെ നിഖിലാശാനും കൂടെ നട്ടരി വെയിലത്ത് ഉച്ചയ്ക്ക് വണ്ടി എടുത്ത് ഇല്ലിക്കല്ല് പോവാണ്. പോയി വരാം മാതാശ്രീ. ഇപ്പം വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴേ അറിയാം നമുക്ക് പോകേണ്ടത് പ്രോപ്പർ ടൈമിങ്ങിലല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ കോന്നിയും കുമ്പഴയും മണ്ണാർക്കുളഞ്ഞിയും റാന്നിയും പ്ലാച്ചേരി വനവും കഴിഞ്ഞ് നമ്മൾ മണിമല എത്തിയിരിക്കുകയാണ്. മണിമലയിലെ ഈ പമ്പുണ്ടല്ലോ നയാരയുടെ, അത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പമ്പാണ്. ഹൈജീൻ്റെ കാര്യത്തിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണ് കേട്ടോ. അപ്പോൾ ഒരു ടീ ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വരുന്ന വഴിയിൽ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു കട കണ്ടു, ഒരു ചായ കുടിച്ചിട്ട് പോകാം. വീണ്ടും വളരെ യാദൃശ്ചികമായിട്ട് അതൊന്ന് ചുമ്മാ ഒന്ന് കട കണ്ടപ്പോൾ നിർത്തി ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചതാണ്. സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഇനാഗുറേഷൻ ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തോ ഒറ്റ മൈൻഡ്. അതെ, സംസാരമില്ല. നോക്കിയോ എത്ര ദൂരം ഉണ്ടെന്ന്? കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ചായയും അത്യാവശ്യം വലിയ കടിയൊക്കെയാണ്. അപ്പോൾ കണ്ടിന്യൂയിങ് ടു ഇല്ലിക്കൽ. എടാ മാപ്പ് നോക്കിയായിരുന്നോ? എത്ര ദൂരം ഉണ്ട് ഇനി? 30 കിലോമീറ്റർ. നമ്മുടെ എല്ലാ വീടുകളിലും പോലെ വീണ്ടും മഴ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വല്ലാത്ത അനുഗ്രഹമായിപ്പോയി. അവിടെ ചെന്നിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. പോയി നോക്കാം. ഇനി ഈ റോഡ് അങ്ങ് ഒരു 35-36 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. താടിയൊക്കെ കണ്ടോ? നല്ല ഉഗ്രം മഴയായിരുന്നു ഗൈസ്. അപ്പോൾ വന്ന് നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി വന്നിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തൊടുപുഴ റോഡ് എടുത്ത് ഇനി ഒരു 31 കിലോമീറ്റർ ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും പണിയാവുമെന്ന് തോന്നുന്നു. ഭയങ്കര മഴയായിരിക്കും. മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുന്ന് വലിഞ്ഞ് കയറാൻ പറ്റില്ല. അവിടെ പോയി ചായ കുടിച്ചിട്ട് അവിടുത്തെ ആ ഒരു മഴ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. ആശാൻ്റെ പാൻറ്റ് മൊത്തം നനഞ്ഞ് മൊത്തം വെള്ളം ഇറങ്ങി. നല്ല ഉഗ്രം മഴ പിന്നെയും വരുന്നുണ്ട്. പോയേക്കാം. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള മഴയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും മഴയില്ല. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള മഴയാണ്. വരുന്ന വഴിക്ക് നമ്മൾ ഒരു വൈബ് സ്കൂൾ ഉണ്ട് കേട്ടോ. ഒന്നുണ്ടോ? ഇതുണ്ട്, ശ്രദ്ധിച്ചു നോക്കി. അടിപൊളി. അങ്ങനെ 2-2.5 മണിക്കൂർ സ്കൂട്ടർ ഓടിച്ച് നമ്മൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ റോഡിലുള്ള ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞായറാഴ്ച ആയതുകൊണ്ട് തീരെ തിരക്കില്ല. ഒരു 100 വണ്ടിയെങ്കിലും മിനിമം ഇവിടെ കാണും. നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് ഒരു 5:15. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ ആ ഒരു ഹൈക്ക് എടുക്കുന്നില്ല. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കിനും വെട്ടം പോയി കഴിഞ്ഞാൽ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. ഡ്രോൺ ഷോട്ട്സിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഡ്രോൺ കൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു മൂഡ് പ്ലേസ് ആണ്. വരുന്ന വഴിക്കുള്ള മഴ മൊത്തം കൊണ്ടിട്ട് ആശാൻ്റെ സോക്സ് ഊരി പിഴിയാണ്. എൻ്റെ കാലിലും നല്ല വെയിറ്റ് ഉണ്ട്.
അങ്ങനെ മൊത്തത്തിൽ പണി പാടിയ ഒരു ട്രിപ്പായിപ്പോയി ഇല്ലിക്കൽക്കലിൻ്റെ ബാക്ക് സൈഡ്. സാരമില്ല, നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അജ്ജാതി തിരക്ക്. അപ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കിനും ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു സമയം ആകുമ്പോഴത്തേനും ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുക. ഞായറാഴ്ചകളിൽ വരാതിരിക്കുക. വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു രാവിലത്തെ ആ ഒരു സമയത്ത് ഇറങ്ങി ആ ഒരു ഹൈക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ നമ്മളിവിടെ പട്ടി ചന്തയ്ക്ക് വന്നിട്ട് പോകേണ്ടി വരും. മഴയായിരുന്നു. അപ്പം അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല കേട്ടോ. വന്നിവിടെ ആ ഒരു ചായ കുടിക്കാനുള്ള മേലൊരു കടയുണ്ട്. നമ്മുടെ സോക്സൊക്കെ ഉണങ്ങിയിട്ടൊന്ന് ഷൂ ഇട്ടിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാൻ അങ്ങോട്ട് പോകാൻ നല്ല ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, ഇനി അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ബാരിക്കേഡുകളൊന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്കായിട്ട് ഓപ്പണായിട്ട് കിടക്കുക. അപ്പോൾ ഒരു റോങ് സ്റ്റെപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് കുഴിക്കകത്തോട്ട് അങ്ങ് പോവും, ഒടിഞ്ഞു പറഞ്ഞ് കിടക്കാം. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വന്ന് നിൽക്കുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. ഇനിയാണ് അടുത്ത ടെസ്റ്റ്. ഫോണിൽ റേഞ്ച് കിട്ടില്ല. ഐഫോൺ ആണെങ്കിൽ തീരെ കിട്ടില്ല. ഇതേപോലത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. അതായത് മോട്ടോറബിളായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് കൊല്ലം ജില്ലയിൽ, മാമ്പഴത്തറ എന്ന് പറഞ്ഞിട്ട്. അതും ഇതുപോലെ തന്നെ ഇവിടെ വലിയൊരു അത് നമ്മൾ ചെന്ന് നിൽക്കുന്ന വ്യൂ പോയിന്റ് ഈ സൈഡിലായിരിക്കും ആ ഒരു ഇത്. പക്ഷെ നമുക്ക് ഈ റോഡ് അങ്ങ് മേളിൽ ചെല്ലുക. ഇപ്പോൾ ഹൈക്ക് എടുക്കുന്നവർക്ക് ഒരു നോട്ടീസായിട്ട് ഇവിടെ തലനാട് ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ഇച്ചിരി റിസ്ക്കിയാണ്. ഇപ്പം 5:30 കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും വെട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുന്ന പരിപാടിയൊക്കെ ഭയങ്കര ദുഷ്കരമായിരിക്കും. ഞാൻ കയറുന്നില്ല, വേറൊരു ദിവസം വന്നിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കാണ്. വരുമ്പോൾ ക്യാഷ് എടുത്തുകൊണ്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി നിൽക്കാം. അല്ലടാ, നമ്മൾ ആദ്യം ഗൂഗിൾ പേ ചെയ്തിട്ട് ഓർഡർ ചെയ്യാന്നുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ ഗൂഗിൾ പേ ചെയ്തിട്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. അവിടുത്തെ കടകളിൽ ഇട്ടേക്കുന്ന ഇരിക്കാനുള്ള ബെഞ്ചുകളാണ് വേറൊരു സ്പെഷ്യാലിറ്റി. അവിടുത്തെ ട്രിഗനോമെട്രിയും അവിടുത്തെ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു സങ്കര സംഭവമാണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൾക്കാർ ചായ കുടിക്കുന്നതും നൂഡിൽസ് തിന്നതും ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നതും ഒക്കെ നോക്കി വെള്ളം ഇറക്കി കുറേ നേരം അവിടെ ഇരുന്ന് അപ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് ഹോട്ട്സ്പോട്ട് തരാമെന്ന് പറഞ്ഞത്. ഹായ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു സ്നേഹനിധിയായ ചേട്ടൻ ഹോട്ട്സ്പോട്ട് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളൊരു 100 രൂപ അഡ്വാൻസ് ആയിട്ട് അയച്ചു. ഇനി ഞാൻ 2 ചായയും മുറുക്കും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കഴിക്കും. വെച്ചവിടെ സന്തോഷമായി. ഈ ട്രിപ്പ് ആ ഒരു ഹോട്ട്സ്പോട്ട് കൂടെ കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തേഞ്ഞേനെ. എന്തോ ഭാഗ്യം. നമ്മളവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എന്താ വേണ്ടേ, പറഞ്ഞു നെറ്റില്ല, എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്, ഹോട്ട്സ്പോട്ട് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണം. അങ്ങനെ ചേട്ടൻ ഹോട്ട്സ്പോട്ട് അയച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അതും കണ്ട് വെള്ളം ഇറക്കി തിരിച്ചു വരേണ്ട വന്നേനെ. മൊത്തത്തിൽ ഫ്ലോപ്പായേനെ ട്രിപ്പ്. ആൻഡ് ഫോർ അനദർ തിങ്, നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് നമുക്ക് നല്ലൊരു മിന്നലടിയും കൂടെ കിട്ടിയായിരുന്നു. എനിക്ക് കയ്യിലും നിഖിലിന് പെടലിക്കും കിട്ടിയായിരുന്നു. തോണിയൊക്കെ ആയപ്പോഴത്തേക്കിനും കംപ്ലീറ്റ് കോട വന്ന് മൂടി. ഇടത്തെ സൈഡിൽ എന്താ വലത്തെ സൈഡിൽ എന്താ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ നമ്മൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നേരത്തെ ഒരു താറ് കിടപ്പുണ്ടായിരുന്നു, ഒരു അടിപൊളി വണ്ടി. വാസനെ പോവാം. അപ്പോൾ ദിസ് ഈസ് ഫോർ ദ ഡേ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും കാണാനുമില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇല്ലിക്കൽ കല്ല് വരരുതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് വന്ന് ഒന്നും കാണാതെ പൈസ എടുക്കാതെ കുറേ നേരം പട്ടി പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ്. എങ്ങനെ വരരുതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ദിസ് ഈസ് ഫോർ ദ ഡേ. ദിസ് ഈസ് മീ ആനന്ദൻ സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66 വിത്ത് നിഖിൽ. വൺസ് അഗെയിൻ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.